Xylem Learning Xylemത്തിന്റെ ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫ്രാക്ഷൻ ഓൺ എ നമ്പർ ലൈൻ ആണ്. ഒരു നമ്പർ ലൈനിൽ എങ്ങനെ ഒരു ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, രണ്ട് തരം ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷനും രണ്ടാമത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷനും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മാത്സ് റിലേറ്റഡ് ആയിട്ട് ക്വയറീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വരുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ എന്ത് ചെയ്യാം, കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫ്രാക്ഷൻ ഓൺ എ നമ്പർ ലൈൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർ ഫ്രാക്ഷനെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. ഓക്കെ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. ഇവിടെ എക്സാമ്പിൾ 1/2. 1 ചെറുതല്ലേ, 2 വലുതല്ലേ, അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം, പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും ആരുടെ ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ, 0യുടെയും 1ന്റെയും ഇടയ്ക്ക് മാത്രമേ നമ്മളുടെ പ്രോപ്പർ ഫ്രാക്ഷൻ കിടക്കത്തുള്ളൂ. ഓക്കെ, അതിന് പുറത്തോട്ടൊരു ലോകം ആർക്കില്ല, പ്രോപ്പർ ഫ്രാക്ഷൻ ഇല്ല. പ്രോപ്പർ എപ്പോഴും എവിടെ ഉണ്ടാവുള്ളൂ, 0യുടെയും 1ന്റെയും ഇടയ്ക്ക് മാത്രമേ നമ്മളുടെ പ്രോപ്പർ ഫ്രാക്ഷൻ കിടക്കത്തുള്ളൂ. ഓക്കെ, അതിന് പുറത്തേക്ക് പോകത്തില്ല. അപ്പൊ നമ്മൾ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും, 0യുടെയും 1ന്റെയും നടുക്ക് ഉണ്ടാവും. ഇവിടെ ഈ നടുക്ക് എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഒരു സാധനത്തിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ട് അല്ലെ, ഏതോ ഒരു സാധനത്തിനെ 2 പാർട്ടാക്കിയിൽ ഒരു പാർട്ട്, അതാണ് 1/2 എന്ന് പറയുന്നത്. ഇവിടെ ഏതോ ഒരു സാധനമല്ല, നമ്മളുടെ ഈ ഒരു പാർട്ട് അല്ലെ, 0 മുതൽ 1 വരെയുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യണം, 2 പീസാക്കി ഡിവൈഡ് ചെയ്യണം. അതിൽ ഒരു പീസാണ് ആര്, 1/2 എന്ന് പറയുന്നത്. ഓക്കെ, ഈസി അല്ലേ. ഇവിടെ നോക്കുക, 0 മുതൽ 1 വരെയുള്ള ഏരിയ എടുക്കുക. ഇവിടെ ഈ 0 മുതൽ 1 വരെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, 2 പീസാക്കി ഡിവൈഡ് ചെയ്തു. അതിലൊരു പാർട്ടാണ് നമ്മളുടെ 1/2 എന്ന് പറയുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ എല്ലാം ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഒരു എക്സാമ്പിളൂടെ നോക്കാലോ. 3/4. 3/4 എന്ന് പറഞ്ഞാൽ എന്താ, 3/4 എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഒരു സാധനത്തിനെ 4 പാർട്സ് ആക്കിയിൽ 3 പാർട്സ്. ഏതോ ഒരു സാധനത്തിനെ 4 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ്. ഏതോ ഒരു സാധനമല്ല, 0 to 1 എന്ന് പറയുന്ന റേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്തത്, 4 പീസാക്കി ഡിവൈഡ് ചെയ്യുന്നത്. 1, 2, 3, 4. ഈ 4 പീസിൽ നമുക്ക് എത്ര വേണം, 3 ആൾക്കാരെ വേണം. 1, 2, 3. ഇതാണ് നമ്മളുടെ 3/4. ഈസി അല്ലേ. ഇനി ഇതിൽ കൺഫ്യൂഷൻ വരത്തില്ലല്ലോ. ഇനി ഏത് ഫ്രാക്ഷൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കണ്ടുപിടിക്കാം. ഈ ഒരു 3/5 വന്നു വന്നിരിക്കുക. ഇപ്പൊ എന്ത് ചെയ്യണം, ആ 0 to 1 എന്ന് പറയുന്ന റേഞ്ചിനെ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. അതിൽ 3 പാർട്സ് എടുക്കുക. സെറ്റ് അല്ലേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നേരെ മറിച്ച് ഇംപ്രോപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും. ഓക്കെ, ഇംപ്രോപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം, 0 to 1 അല്ല, 1ന് മേലേക്കാണ് വരുന്നത്. 0 to 1 അല്ല, 1ന് മേലേക്കാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു 0 to 1 അല്ല, 1ന് മേലേക്കാണ് വരുന്നത്. ഇനി 8/5 ഇത് എവിടെ ഇരിക്കും. ഓക്കെ, ഇംപ്രോപ്പർ ആണ്, എവിടെ വേണമെങ്കിലും വരാം. പക്ഷെ എവിടെ വരും, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിനൊരു സൂത്രപ്പണിയുണ്ട്. 8/5നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 8/5. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യുക, മാറ്റുക, മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ 1 times 5 സബ്ട്രാക്ട് ചെയ്യുക 3. അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ, കോഷ്യൻ റിമൈൻഡർ ഡിവൈസർ. കോഷ്യൻ റിമൈൻഡർ ഡിവൈസർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 3/5 എന്ന് വരും അല്ലെ. 1 3/5. ഇതെന്താ കാണിക്കുന്നേ, ഈ 8/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ 1ന് ശേഷമാണ്. 8/5 എന്ന ഫ്രാക്ഷൻ ആർക്ക് ശേഷമാണ്, 1ന് ശേഷമാണ്. 1ന് ശേഷം എവിടെയാണ്, 2ന്റെ ഉള്ളിൽ. 1ന് ശേഷം 2ന്റെ ഉള്ളിൽ, അതായത് 1ന്റെയും 2ന്റെയും നടുക്കാണ് ആര് കിടക്കുന്നത്, 8/5 കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 1 ഇവിടെ 2 ഇവിടെ. ഇതിനിടയ്ക്ക് എവിടെയാണ്, അതും നമുക്ക് അറിയണ്ടേ. ഇതിന്റെ ഇടയ്ക്ക് എവിടെയാണ്, അതെന്താ, 3/5 തീരുമാനിക്കും. അതായത് 3/5 എന്ന് പറഞ്ഞാൽ എന്താ, 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള സ്പേസിനെ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. 1, 2, 3, 4, 5. 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. അതിൽ നമ്മൾ എന്തെടുക്കണം, 3 പാർട്സ് എടുക്കണം. 1, 2, 3. ഇതാണ് നമ്മളുടെ 1 3/5. ഓക്കെ, അപ്പൊ എന്താ തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ നമുക്ക് തരുന്ന ഹോൾ നമ്പർ ആണ് ആര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ആരുടെ ഇടയ്ക്ക് കിടക്കണം എന്ന് തീരുമാനിക്കുന്നത്. 8/5 ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന 1 3/5 ആണ്. അപ്പൊ നമ്മളുടെ 8/5 എവിടെയാണുള്ളത്, 1ന്റെയും 2ന്റെയും നടുക്കാണ്.
1ന്റെയും 2ന്റെയും നടുക്ക് എവിടെയാണ് ആ 3/5 അല്ലെ? അതിനെ നമ്മൾ 5 പാർട്സ് ആക്കും. തേർഡ് പാർട്ട് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.